വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് ഞാൻ എന്റെ ലൈഫിൽ കുറച്ചുകൂടെ എന്റെ ഒരു സെൽഫ് എന്നെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് എന്റെ ലൈഫിൽ ഒരു വലിയ പാർട്ടായിട്ടുള്ള 2 പേരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്റെ വീഡിയോയ്ക്കകത്ത് മൊത്തം ഇവരായിരിക്കും, കാരണം അവർ അത്രയ്ക്കും എന്റെ ലൈഫിൽ ഒരു വലിയ പാർട്ടാണ്. അപ്പൊ ഞാൻ 2 പേരുണ്ട്, അവരെ 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ആദ്യത്തെ ആളെ കാണാം. അപ്പം ആദ്യം പറഞ്ഞ ആളിതാണ്. ഇത് ഒരു പഗ്ഗാണ്. ഇവളുടെ പേര് ബെല്ല എന്നാ. ഇവിടെ എന്റെ കൂടെ വന്നിട്ട് ഒരു 2 വർഷമാവുന്നു. അതായത് 2024 ഓഗസ്റ്റ് 11 എന്റെ കൈ കിട്ടുന്നത്. 7 ദിവസമോ എന്തോ ഒരു പ്രായമേ ഉള്ളായിരുന്നു. അന്ന് എന്റെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടുമായിരുന്നു. അന്നാണെ ഒരു പൊടിക്കുഞ്ഞ് ഇത്രയുള്ള ഒരു സാധനമായിരുന്നു. അത് ഇത്രയും വലുതായി എനിക്ക്. പക്ഷെ അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, കാരണം ബെല്ല വലുതായി കൊണ്ട്. അപ്പൊ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ബെല്ല 2 വയസ്സായിരുന്നു. ഇവിടെ പേര് ബെല്ലാണ്. ഇവിടെ ഓൾറെഡി പറഞ്ഞല്ലോ പഗ്ഗാണ്, 2 വയസ്സുണ്ട്. പിന്നെ പഗ്ഗുകളുടെ എല്ലാ തരത്തിലുള്ള ലൈക്ക് ബ്രീത്തിങ് പ്രോബ്ലം അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. ആകെ ഉള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ല, കാരണം അവിടെ വരെ പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നു. വെച്ചാൽ രാവിലെ നമ്മൾ എണീക്കും, ഉറങ്ങുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴേ ഉറങ്ങത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഒരു കമ്പാനിയൻ ബ്രീഡാണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു പഗ്ഗിനെ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കമ്പാനിയനായിട്ട്, അതായത് ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെ ഇത് നമ്മുടെ കൂടെ തന്നെ നടക്കും. അപ്പം അതിൽ ഭയങ്കര അഡ്വാൻറ്റേജാണ്. കാരണം നമുക്ക് പെറ്റ് ഡോഗിന് അപ്പുറം ഒരു കമ്പാനിയൻ എന്ന് പറയുന്നത് കുറെ ആൾക്കാർക്ക് ഇപ്പം വേണ്ട കാര്യങ്ങൾ. അതായത് ഇപ്പൊ ഒത്തിരി ആൾക്കാർ ഡോഗ്സിനെ ഓപ്റ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള ഡോഗ്സിനെ ഓപ്റ്റ് ചെയ്യുന്നത്, ലൈക്ക് ഗോൾഡൻ റിട്രീവർ അങ്ങനെയുള്ളത്. പിന്നെ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ ഡബിൾ കോട്ടാണ്. ഇവരുടെ ഈ ഒരു പ്യോർ കളറിന് അപ്പുറം ഇതിനകത്ത് നല്ല വെള്ള കളറിന്റെ ആ ഒരു ഇത് കാണാൻ പറ്റും. ഇവൾക്ക് നോർമലി പഗ്സിന് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു വൈറ്റും ഒരു ക്രീം, ഒരു ഗോൾഡൻ കളറും പിന്നെ ഒരു ബ്ലാക്കിഷ് കളറും, പിന്നെ ഫേസിന് ഇതുപോലെ തന്നെ. ഇവരുടെ ഫേസ് ഇവർ ആൻഷ്യൻ ചൈന എംപറേഴ്സിന്റെ ആ ഒരു ടൈമിലുള്ള ബ്രീഡ്സ് ആണ്. ആ ഒരു ടൈം തൊട്ടുള്ളതാണ്. കാരണം ആ ഒരു കാലത്ത് യുദ്ധത്തിനൊക്കെ ഇവരെ കൊണ്ടുപോയ കഥയൊക്കെ ഇങ്ങനെ കേൾക്കാം. അതിനുശേഷം ഇവരെ ക്രോസ് ബ്രീഡ് ചെയ്ത് ഇതിനെ ഓരോ ഫേസിലെ ഈ ഓരോ മാറ്റങ്ങൾ വരുത്തി അത് നമ്മൾ മനുഷ്യന്മാര് സയന്റിസ്റ്റുകൾ അതിനെ ക്രോസ് ബ്രീഡ് ചെയ്ത് ഇങ്ങനെ ഒരു മാറ്റമാക്കി ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ ഒത്തിരി ആൾക്കാർ എന്നോട് പറയും ഇത് അതിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത് ഭയങ്കര ആ ഒരു എക്സ്പ്രഷൻസ് ഫുള്ള് മുഖത്ത് വരും. ഭയങ്കര എക്സ്പ്രഷൻ ആയിട്ടുള്ള ഒരാളാണ് എന്റെ കുഞ്ഞി ബെല്ല. ഈ മൂക്കിന്റെ താണ്ടി ഇത് കണ്ടോ? കാണിക്കത്തില്ല. ഭയങ്കര മഴക്കാലമാണ്. അവളുടെ ഇഷ്ടം നടക്കണം. പിന്നെ ട്രെയിൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യത്തുള്ളൂ. പക്ഷെ അവളുടെ വീടാണേ ആ ഒരു ചിന്തയെന്ന് വെച്ചാൽ അവളാണ് ഇവിടുത്തെ രാജാവ്, ആ ഒരു ചിന്തയാണ്. കഴിഞ്ഞ ദിവസം മാങ്ങ പോയി എടുത്ത് തിന്ന് മാങ്ങയുടെ കറ കാരണം ചുണ്ടിന്റെ അവിടെ പൊള്ളി. അങ്ങനെയുള്ള ചെറിയ കുസൃതികൾ ഇടയ്ക്കിടയ്ക്കുണ്ട്. പിന്നെ വീടിന് വെളിയിൽ പോവുക, അതൊക്കെയാണ് ഏറ്റവും വലിയ ആള്. അപ്പുറത്ത് അമ്മയുടെ വീട്ടിലും അച്ഛന്റെ വീട്ടിലും എല്ലാം കൊച്ചിലോട്ട് പോയി വളർന്നതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് പോയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇയാളുടെ. ഞാൻ അടുത്ത ആളെ കാണിക്കാം. ഓക്കെ, ഇതാണ് 2ാമത്തെ ആള് കേട്ടോ. ഇതിലുള്ള പേര് നമ്മൾ ഇട്ടേക്കുന്നത് ഇസ എന്നാണ് ഇവളുടെ പേരിട്ടേക്കുന്നത്. ഇവിടെ ഏത് ബ്രീഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ്. ഞങ്ങൾക്ക് ലാബാന്നൊക്കെ പറഞ്ഞാൽ തന്നെങ്കിലും ലാബ് അല്ലെന്നറിയാം, എന്നാലും നാടനാണോ എന്ന് ചോദിച്ചാൽ നാടനല്ല. ഇവിടെ ഇങ്ങനെയൊന്നും ഇരിക്കുന്നത്. ഇവിടെ ഭയങ്കര എന്താ പറയുന്നത്, ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന പെണ്ണായതുകൊണ്ട് അങ്ങനെയൊന്നും ഇരിക്കുന്നില്ല. ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇച്ചിരി എന്താണ് പറയുന്നത്, എക്സ്ട്രോവേർട്ട്. മറ്റേത് ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഇവിടെ ഇച്ചിരി എക്സ്ട്രോവേർട്ട്. അതായത് ഇവക്ക് എപ്പോഴും ഓടിച്ചാടി ഇവിടെ ആരും പിടിച്ചോണ്ടിരിക്കുന്നൊന്നും ഇഷ്ടമല്ല. ഇപ്പൊ തന്നെ ആണ് ഈ റിസ്കിന്റെ പുറത്തായി നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ വിട്ടു കഴിഞ്ഞാൽ അപ്പുറത്ത് ഇറങ്ങി ആ ക്യാമറമാനെയും പിടിച്ച് തിന്ന് ഇറങ്ങി പോകും. കാരണം അവൾക്ക് ഇങ്ങനെ ചാടി ഓടി നടക്കണം, ആ ഒരു ടൈപ്പ്. അപ്പം ഞാൻ ഓൾറെഡി ലാബാന്ന് പറഞ്ഞാൽ ലാബാന്ന് പറഞ്ഞാൽ മതിക്കാൻ. ഓക്കെ, അപ്പൊ ഇനിയും തരത്തില്ല. ഇനി പിന്നെ അവൻ ലാബാന്ന് പറഞ്ഞാണ് ഇവളെ കൊണ്ടുവരുന്നത്. അപ്പൊ പക്ഷെ വളർന്നു വന്നപ്പോ ഇവക്ക് ആ ഒരു ഭയങ്കര നീളം വെക്കുന്നുണ്ട്, പക്ഷെ ശരീരം അങ്ങോട്ട് വെക്കുന്നില്ല. തലയുടെ ആ ഒരു പോഷനും വരുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചപ്പോ ലാബ് ചിലപ്പോൾ നാടൻ പട്ടിയായിരിക്കും. പക്ഷെ നാടൻ പട്ടിയേക്കാളും നല്ല ഹൈറ്റ് ഉണ്ട്. ഒരുമാതിരി രാജപാളയം കണക്കിന് നല്ല ഹൈറ്റ് ഉണ്ട്. പക്ഷെ രാജപാളയം വെള്ള കളറിലാണ്. അപ്പൊ ക്രോസ് ബ്രീഡ് ആണ് എന്തായാലും. അപ്പൊ നമ്മൾ ഏത് ബ്രീഡാണ് അങ്ങനൊന്നും പിന്നെ ചിന്തിക്കാനൊന്നും പോയിട്ടില്ല. കാരണം അവളുമാർ ഇവിടെ വന്നിട്ട് 1 വർഷമായി കേട്ടോ. 2025 ഫെബ്രുവരി 8 ഇവിടെ വരുന്നത്. ഇവക്ക് 1 മാസം പ്രായമുള്ളപ്പോഴാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാനൊന്നും പോകുന്നില്ല. ഇവളുമാര് തന്നെയാണ്. അതിനിടയ്ക്ക് ഇവക്ക് ഒരു അസുഖം വന്നു, ഒരു പാരസൈറ്റ്. ബോഡി ഫുൾ അതിന്റെ ഫോട്ടോ താണ്ടി സൈഡ് ഞാൻ കാണിച്ചേക്കാവേ. ഒരു പാരസൈറ്റ് വന്ന് അങ്ങനെ ഭയങ്കര പ്രശ്നമായി. ശരീരം മൊത്തവും രോമം ഫുള്ള് പോയി. ആ കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരുമാതിരി ഭയങ്കര വൃത്തികെട്ട ഒരവസ്ഥയായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചാരിമൂട് ഒരു വെറ്റ്സ് ആൻഡ് പെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക് ഉണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ കൊണ്ടുപോയി അത് നല്ല അടിപൊളിയായിട്ട് അത് മൊത്തം ട്രീറ്റ്മെന്റ് എടുത്ത് നല്ല രീതിയിൽ അത് മൊത്തം മാറി. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ രോമവും കിളിച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ട് ഇപ്പൊ 1 മാസമേ ആയിട്ടുള്ളേ. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് രോമമൊക്കെ കിളിച്ചിട്ടുണ്ട്. ഇവളുടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. തിരിഞ്ഞ കുഞ്ഞ്
അതെ ഇവളുടെ ഇത് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇവക്ക് ഇവിടെ ഹേർട്ടിന്റെ ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അവിടെ ഇവക്ക് ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഹേർട്ട് ഉണ്ട്. പിന്നെ ഈ കാലിന്റെ അവിടെ ഒരു എക്സ്ട്രാ ഫിംഗറും ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ബ്ലാക്കും കൂടെ ആയതുകൊണ്ട് ഇവര് ലക്കി ഡോഗ് ആയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇവിടെ ഞാൻ മറ്റേ ആദ്യത്തെ ആളെ ഞാൻ ഭയങ്കരമായിട്ട് ആശിച്ച് മേടിച്ച ഒരാളാണ്. അതായത് ഞാൻ വേണം എന്നുള്ള ആ ഒരു ഇതിൽ മേടിച്ച ഒരാളാണ്. പക്ഷെ ഇവിടെ എനിക്ക് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ കിട്ടിയതാ. എന്നുവെച്ചാ വേണോ അപ്പൊ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയതാ. പക്ഷെ ഇവിടെ പോലെ ഇത്രയും ഭയങ്കര നീറ്റ്, ഭയങ്കര മെച്ചോർഡാണ് അവള്. ഭയങ്കര നീറ്റാണ് അവള്. കട്ടിലൊക്കെ കയറും, ഈ അഴുക്ക് കാലുകൊണ്ടൊന്നും അങ്ങനൊന്നും കയറത്തില്ല. അല്ലാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അവളുടെ ഭയങ്കര നല്ല ക്ലീൻ ആണ്. സുന്ദരി കുട്ടിയുമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പെറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അത്യാവശ്യം തന്നെ. ആകെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഓടിച്ചാടി നടക്കണം. വീട്ടിനകത്തിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല, എപ്പോഴും ഇങ്ങനെ ചുറ്റണം. രാത്രി ആണെങ്കിലും എനിക്ക് നോക്കുമ്പോ റൂമിനകത്ത് കിടന്ന് ഇങ്ങനെ ഓടുന്നത് കാണാം. ചിലപ്പോ ഇങ്ങനെ നടന്ന് അവിടെ നടന്ന് ഇവിടെ നടന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണാം. പിന്നെ വെള്ളമാണെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമേ കുടിക്കത്തുള്ളൂ. ഫുഡാണെങ്കിലും അവർക്ക് ചില ഇതൊക്കെ ഉണ്ട്. അതുപോലെ ബീഫ് കഴിക്കത്തില്ല. ബീഫ് ഓൾറെഡി ഡോക്ടർ പറഞ്ഞായിരുന്നു കൊടുക്കണ്ടാന്നു. നമ്മള് ബീഫിന്റേതാണേലും അങ്ങനെ തിന്നത്തില്ല. അങ്ങനെയുള്ള അവളോട് പറഞ്ഞാൽ അവൾക്ക് അപ്പം മനസ്സിലാവും. ഇവളെ ട്രെയിൻഡ് അല്ല, ഇവളെ ഞങ്ങളുടെ അച്ഛൻ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച അവളെ അതുപോലെ തന്നെ. പക്ഷെ കുറച്ചുകൂടെ ഇവളാണ് ആ ഒരു ട്രെയിനിങ് കറക്റ്റ്, ആ ഒരു ട്രെയിൻഡ് ഡോഗ് ആയിട്ടുള്ള ഒരു ഇത്. കാരണം ഇവളോട് പറഞ്ഞ ഒരൊറ്റ വട്ടം പറഞ്ഞാൽ മതി, അവള് സെറ്റാണ്, അടിപൊളിയായിട്ടെല്ലാം എടുക്കുകയൊക്കെ ചെയ്യും. ഭയങ്കര ക്യൂട്ടും ഇവളെ കാണാൻ കേട്ടോ. ഭയങ്കര നമ്മൾ എന്തെങ്കിലും നോക്കുമ്പോ പഞ്ചപാവം പോലെ ഇരിക്കും. പക്ഷെ ഞാൻ നോക്കുമ്പോ അവിടെ പോയിട്ട് ഈ മറ്റേ ആദ്യത്തേനെ പോയി ഒരു കടിയൊക്കെ കൊടുത്തിട്ടിരിക്കുന്നതൊക്കെ കാണാം. കാരണം ഇവര് ആദ്യമായിട്ട് ഇവള് രണ്ടാമത്തെ ഡോഗ് ആണെങ്കിൽ ഇവർക്ക് ഇച്ചിരി ജലസി കൂടുതലാണ്. അതായത് അവളെ എടുക്കുന്നതിന് ഭയങ്കര പ്രശ്നം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ബ്രീഡാണ് ഇവള്. പക്ഷെ നല്ല സുന്ദരി കുട്ടിയായി. ഇത് വാലൊക്കെ എല്ലാം ഉണ്ട്. ഇപ്പൊ പേടിച്ച് നിൽക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ മണ്ടയ്ക്ക് കയറ്റി ഇതുകൊണ്ടാ. എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ഇവളെ. ഇവർക്ക് അത്യാവശ്യം നല്ല വെയിറ്റും ഹൈറ്റും ഉണ്ടാണ്. എനിക്ക് ഇവളെ എടുക്കാൻ പറ്റത്തില്ല. മറ്റവളെ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇവൾക്ക് വലിയ വണ്ണമൊന്നുമില്ല അങ്ങനെയാന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇവർക്ക് നല്ല വെയിറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഹൈറ്റും നല്ല അത്യാവശ്യം ഹൈറ്റും ഉണ്ട്. അതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞതിന്റെ ആ ഒരു നഖം എക്സ്ട്രാ വന്നത് അത് ഭയങ്കര ലക്കി ആയിട്ട്, ഞങ്ങളുടെ ഒരു ലക്കി ഡോഗാണ്. ബ്ലാക്ക് കളറും കൂടെ ആയതുകൊണ്ട് ഒരു ലക്കി ഡോഗായിട്ട് ഞങ്ങൾ എപ്പോഴും കാണുന്നത്. എന്റെ ചക്കരമുത്താണ്. ഇവളുടെ പേര് ഇസ എന്നാണേ. ഇസയും ബെല്ലയും. ബെല്ല ആ സമയത്ത് നമ്മുടെ ബാറോ സിനിമ ഇറങ്ങിയ സമയത്ത് ഇസബെല്ല എന്നുള്ള ആ പേര് ആ സമയത്ത് അവളെ മേടിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇസബെല്ല ആ ഒരു കോൺസെപ്റ്റില് പേരിട്ടത്. അത്രേ ഉള്ളൂ. ഇനിയുള്ള വീഡിയോസിലാണേലും തിരിഞ്ഞിരിക്കും കുഞ്ഞിരുന്ന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. കുഞ്ഞ് തിരിയടി, പേടിച്ചിട്ടാട്ടോ. അപ്പം ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെ വീഡിയോസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത് മൊത്തം. രണ്ടുപേരും ബാക്ക് തിരിഞ്ഞിരിക്കുന്നേ. അപ്പൊ ഇനി തൊട്ട് ഇവളുമാരുടെ രണ്ടുപേരുടെയും വീഡിയോസ് ആയിരിക്കും വരുന്നത്. സോ ഇനിയുള്ള വീഡിയോയ്ക്കായിട്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.